കുട്ടിമക്കളെ കൂട്ടി യാതൊരു രക്ഷയില്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വീണ്ടും കൂട്ടിയിരിക്കുന്നു. ഇരുട്ടടിയായി ഈ വില വർധന വീണ്ടും. നോക്ക് അമ്മച്ചി, അപ്പച്ചൻ എന്താ അമ്മച്ചി എന്നോട് മിണ്ടാത്ത? അമ്മച്ചില്ലടോ ഡോക്ടറാണ്. അങ്ങേരെന്താ എന്നിതുവരെ കേൾക്കാൻ പോലും ശ്രമിക്കാത്ത? ചെറുതായിട്ടൊന്ന് കിളി പോയി തോന്നുന്നുണ്ട്. പെട്രോൾ ലിറ്ററിന് 86 പൈസയും ഡീസൽ ലിറ്ററിന് 83 പൈസയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഡീസലിനും പെട്രോളിനും 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. മറക്കരുത്. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. എവിടെ സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? അപ്പൊ ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. ഞാൻ പറഞ്ഞില്ലേ സാറേ, പട്ടാളം മുഴുവൻ വന്നാലും ഇതുങ്ങളെ നേരെയാക്കാൻ ഒക്കില്ല. പക്ഷെ വേറെ കാര്യമില്ലേ, പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞാൽ അത് സാധനങ്ങളുടെ വില കൂട്ടില്ലേ? ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് എനി. സാധനങ്ങളുടെ വില കൂട്ടി ഇല്ല, എല്ലാം കൂടാതിരിക്കാൻ ഒക്കില്ല. മുതലാളി പറഞ്ഞതാ. പാരമ്പര്യമായിട്ട് പിടിവാശിക്കാരുടെ കുടുംബമാ. പെട്രോള് കുറഞ്ഞുകൊണ്ട് വരികയാണ്, അതിന്റെ നിക്ഷേപം കുറഞ്ഞുകൊണ്ട് വരികയാണ്. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അപ്പൊ നമ്മൾ ഊറ്റിയെടുത്താണ് കൊടുക്കുന്നത്. കുറെ കഴിയുമ്പോൾ പെട്രോൾ ഉണ്ടാകത്തില്ല. മതി നിർത്ത് നിന്റെ ഷോ. നമ്മൾ പറഞ്ഞു കുടിച്ചില്ലേ? എന്തായാലും ഈ സമാനമായ സാഹചര്യത്തിൽ ഇനിയും ഇന്ധനവില ഉയർന്നേക്കാമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പെട്രോളിയം കമ്പനികൾ വലിയ നഷ്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? അങ്ങനെയൊന്നും പറയാതെ വിജയ, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കഷ്ടകാലം.